ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പെരിന്തൽമണ്ണ വരെ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിക്കാണ്. മോനല്ല ആങ്ങളുടെ കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ വൈക്ക് ഇറങ്ങി നിന്നപ്പോൾ ഞങ്ങൾക്കൊരു കാറ് കിട്ടി. ഞങ്ങൾ അടുത്തൊരു വണ്ടിയിൽ പോന്നിരുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് എടത്തനാട്ടിൽ വരെ പോകുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ ബസ്സിനാണ് പോയത്. മേലാറ്റൂർ ഓലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നാത്തൂനും മോളും പിന്നെ എൻ്റെ മോളും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓലവിടെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ബസ് കയറിയങ്ങാണ്ടാണ് അവിടേക്ക് പോണത് കേട്ടോ. അപ്പോൾ അവനോട് ഓരോന്നും ഇങ്ങനെ ചോദിക്കണം, അതിന് മറുപടി പറയണം കേട്ടോ അവന്. അങ്ങനെ ഞങ്ങളിതാ മേലാറ്റൂരെത്തി. അവരിനെ കാത്തു നിന്ന് ഞാനതാ കാറിൽ കയറിയിട്ട് വീണ്ടും ഞങ്ങൾ അവിടുന്ന് പോയി കൊണ്ട് കേട്ടോ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. മോൾക്ക് നല്ല തലവേദനയും പിന്നെ തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടുന്ന് പോയി പെരിന്തൽമണ്ണ അസെൻറ്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, വെറും ENTൻ്റെതായിട്ടുള്ള ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ഉണ്ട് മോളെ കാണിക്കണത്. മോളെ മുന്നേ കാണിച്ചിരുന്നു അവിടെ. അപ്പോൾ വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയതൊക്കെ. ചെറുതായിട്ട് പിന്നെ തൊണ്ടവേദന ഇതും കൂടുതലായപ്പോൾ തലവേദനയുണ്ട്. അപ്പോൾ കാണിക്കാൻ വേണ്ടി പോയതാണ്. ടോക്കൺ കിട്ടിക്കണം 195 കേട്ടോ. പിന്നെ അത് ആ മെഷീനിലാണ് കേട്ടോ, ബട്ടനെ അമർത്തി കഴിഞ്ഞാൽ ടോക്കൺ കിട്ടും. അപ്പോൾ മോക്ക് വൊമിറ്റ് ചെയ്യണം പറഞ്ഞിട്ട് മോളെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോയിക്കാണ് കേട്ടോ ഷെറി. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുത്തിരുന്നങ്ങാണ്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ അതാ മോളെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിട്ടോ. ആദ്യം എൻ്റെ ഇത് ചെയ്ത് നോക്കാൻ, മൂക്കിൽ ദസം ഉണ്ടോ നോക്കാൻ വേണ്ടിയെങ്ങാണ്ടാണ് മോളെ കടത്തിയേക്കണത് കേട്ടോ. ഭയങ്കര പേടിയിലാണ്. കഴിഞ്ഞിറങ്ങിയിട്ടില്ല റിയാക്ഷനാണ് കേട്ടോ ഈ കാണിക്കണത്. ഒക്കെ നല്ല പേടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഴിഞ്ഞപ്പോൾ ഹാപ്പിയായി. കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചെങ്ങാണ്ട് ഒക്കെ കുഴപ്പമൊന്നുമില്ല, ഒക്കെ വേദനയും കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ രണ്ടാളും നല്ല ഗെയിം കളിയിലാണ് കേട്ടോ. ഇവര് രണ്ടാളും ഫോൺ മത്തോണ്ടി ഓലും ഇരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കാണാൻ കേട്ടോ. 111 മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. കുറേ ടൈം എടുത്തുകൊണ്ടോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി. പിന്നെ ഡോക്ടറെ കണ്ട് റിസൾട്ട് നോക്കുമ്പോൾ പിന്നെ ആ മൂക്കിലെ ദസൻ്റെ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അത് അതിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തൊണ്ടയിൽ ചെറുതായിട്ട് പിന്നെ ഇത് വന്നിട്ടുണ്ട്, നീര് വന്നിട്ടുണ്ട്, അതിൻ്റെതാണ് ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി രണ്ടാളും ചെരുപ്പൊക്കെ ഇട്ടങ്ങാണ്ട് പോരാട്ടോ. ഓന് തലങ്ങും വിലങ്ങൊക്കെ ഇടണം. പോക്ക് ഓള് പറയണം ഓന് ഇടാൻ വയ്ക്കൂല എന്നൊക്കെയുണ്ട് എന്നോടാ പറയണത്. പിന്നെ അതാ മരുന്ന് വാങ്ങാൻ വേണ്ടി ക്യൂ നിന്ന് അവിടെ പൈസ ഒക്കെ വിട്ടുകൊടുത്തങ്ങാണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. രാത്രി ആയിട്ടോ. ഞങ്ങൾ 5 മണിയായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ രാത്രി 7 മണി 7:15 ആയിക്കോളും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ. പിന്നെ അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും വണ്ടി കയറാൻ വേണ്ടി ഇങ്ങാണ്ട് പോന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ പിന്നെ വണ്ടി ചെറുതായിട്ട് മേലാറ്റിരുന്ന് ഓളെടുത്തുനിന്ന് തട്ടിയിരുന്നു. ഓൾ അതിൻ്റെ ടെൻഷനിലാണ് വണ്ടി ഓടണം. അപ്പോൾ ഇപ്പം പറയണോ വീട്ടിൽ ചെന്നിട്ട് പറയണമെന്നൊക്കെ അല്ലേ ഇതിലാണ് ഓൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കജ്ജാല ഇപ്പം തന്നെ പറഞ്ഞാൽ മതി ഇറങ്ങാണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോരുകയാണ് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് അങ്ങനെ ഇതാ പോന്നുങ്ങാണ്ട് പിന്നെ ഇപ്പം വൈക്കുണ്ടായിരുന്നു. ഞങ്ങളെ കാത്തു നിന്നിരുന്നു ഇപ്പം കേട്ടോ ചില്ലീസിൻ്റെ അവിടെ. അങ്ങനെ ഇപ്പം അവിടെ നിന്നും കയറി. ഇപ്പം കുട്ടികൾക്ക് രണ്ടാകും ബർഗറൊക്കെ വാങ്ങിങ്ങാണ്ടാട്ടോ കയറിയത്. രണ്ടാളും അതൊക്കെ കഴിച്ചങ്ങാണ്ട് അവിടെ വീട്ടിൽ നിന്ന് കഴിച്ചങ്ങാണ്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടത്തനാട്ടിൽ വന്ന് എനിക്ക് ദോശമാവ് ഇതൊക്കെ വാങ്ങാണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ വാങ്ങിങ്ങാണ്ട് ഞങ്ങൾ ഇപ്പാൻ്റെ കൂടെ സ്കൂട്ടിമ്മയാണ് എടത്തനാട്ടിൽ വരെ പോകുന്നത് കേട്ടോ. ഇപ്പയാണ് കൊടുന്നാക്കിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്